ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജനങ്ങളുടെ ഇച്ഛാശക്തിയെ ദൃഢമാക്കാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സാധിച്ചതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികം ഇന്ന്. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. തുർക്കിയയിലെ റിസോർട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 66 മരണം. ഇന്തോനേഷ്യയിലെ ജാവ പ്രവിശ്യയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 18 കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഭരണഘടന ജനങ്ങൾ തന്നതാണെന്നും അത് രാജ്യത്തിന് പരമാധികാരം ഉറപ്പാക്കുന്നതാണെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ NIT റായ്പൂർ, IIT ഭിലായ്, IIM റായ്പൂർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ഇച്ഛാശക്തിയെ ദൃഢമാക്കാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. Our sovereignty resides in the people. The people of this country have given us the constitution. Our sovereignty is inviolable. Inalienable facet is executive governance that is constitutionally sanctified, reflecting will of the people. In exclusivity, executive governance lies only with the government. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ 2 ഔദ്യോഗിക പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിന്റെ ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിർവഹിക്കും. തുടർന്ന് ആറന്മുളയിൽ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആറന്മുളയിലും സമീപ പ്രദേശങ്ങളിലും ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2:30 മുതൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. ഇതിന്റെ ഭാഗമായി 20-ലധികം ഇടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം ഊർജിതം. AAP, കോൺഗ്രസ്, BJP തുടങ്ങി പ്രധാന പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾക്കായി രംഗത്തുണ്ട്. അടുത്ത മാസം 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 8-ന് നടക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യതലസ്ഥാനത്തെ BJP പ്രവർത്തകരുമായി ഇന്ന് സംവദിക്കും. നമോ ആപ്ലിക്കേഷൻ വഴിയാണ് ബൂത്ത് ലെവൽ പ്രവർത്തകരുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നത്. എന്റെ ബൂത്ത് ഏറ്റവും ശക്തം എന്ന മുദ്രാവാക്യത്തിന്റെ ഊന്നിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസം നൽകുന്നതിനും ശാക്തീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ അടയാളമായ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികം ഇന്ന്. ന്യൂഡൽഹിയിൽ ഇന്നു മുതൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ അടുത്ത മാസം 8-ാം തീയതി വരെ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ സായുധ സേന, പാരാമിലിറ്ററി സേന, ഡൽഹി പോലീസ്, അങ്കണവാടി ജീവനക്കാർ തുടങ്ങിയ മേഖലകളിലെ വനിതകൾ പങ്കെടുക്കുമെന്ന് കേന്ദ്ര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലെ ലിംഗ അസന്തുലിതാവസ്ഥ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2015 ജനുവരി 22-ന് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും. ലോകരാജ്യങ്ങളുമായുള്ള സഹകരണം യൂറോപ്പിന് ആവശ്യമാണെന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നത് പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും ജർമ്മൻ ചാൻസലർ ഓലാഫ് ഷോൾസ് ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിലെ ചർച്ചകളെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള വ്യാപാര കരാറുകൾ ഇരു രാജ്യങ്ങൾക്കും പ്രയോജനമാകുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാജ്യത്തെ വിവിധ ഹൈവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്നലെ ഗോവയിൽ തുടക്കം കുറിച്ചു. രാജ്യത്തെ ക്രൂയിസ് വിനോദസഞ്ചാരത്തിനും കയറ്റുമതി ഇറക്കുമതി മേഖലയ്ക്കും ഈ പദ്ധതികൾ ഏറെ പ്രചോദനമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയപാതയുടെ അരികുകളിൽ വൃക്ഷത്തൈകൾ നടാനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ഗോവ സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. ഇന്നലെ ഭരണപക്ഷത്തു നിന്നും MLA TP രാമകൃഷ്ണനാണ് പ്രമേയം അവതരിപ്പിച്ചത്. നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി തരണം ചെയ്യാൻ പ്രത്യേക സഹായ പദ്ധതികൾ ആവിഷ്കരിക്കുക, വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങളും മരണങ്ങളും പരമാവധി ഇല്ലാതാക്കുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ന് ശ്രദ്ധ ക്ഷണിക്കൽ ഉണ്ടാകും. സാങ്കേതിക വിദ്യയിൽ ലോകം അതിവേഗം മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ഈ വിദ്യ ഉപയോഗിക്കുന്നത് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണെന്ന് ലോക്സഭാ അധ്യക്ഷൻ ഓം ബിർള. ഇന്നലെ പട്നയിൽ നടന്ന 85ാമത് ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. AI का उपयोग करते हुए जितनी भी संसद की और विधानसभा की डिबेट हुई है, उन संसद और विधानसभा डिबेट को एक प्लेटफॉर्म पर लाने का प्रयास, एक देश एक लेजिस्लेटिव, ताकि एक प्लेटफॉर्म पर देश की जनता विधायी कार्य को देख सके, बजट को देख सके, डिबेट को देख सके. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം ഫെബ്രുവരി 2 മുതൽ മാർച്ച് 30 വരെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശന സമയം. പ്രവേശനം സൌജന്യമാണ്. മാർച്ച് 6 മുതൽ ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും തനതായ പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന 4 ദിവസത്തെ ഉത്സവ പരിപാടികളും രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കും. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റ മാർക്കോ റൂബിയോ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുമായി ഇന്നലെ യോഗം ചേർന്നു. തുടർന്ന് ഓരോരുത്തരുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും റൂബിയോ ചർച്ച നടത്തി. വടക്കു പടിഞ്ഞാറൻ തുർക്കിയയിലെ റിസോർട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 66 പേർ കൊല്ലപ്പെട്ടു, 51 പേർക്ക് പരിക്കേറ്റു. പരിഭ്രാന്തി കാരണം കെട്ടിടത്തിൽ നിന്ന് ചാടിയ 2 പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുർക്കിയെ നീതിന്യായ മന്ത്രി ഉത്തരവിട്ടു. ഇന്തോനേഷ്യയിലെ ജാവ പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 18 കടന്നു. 9 പേരെ കാണാതായിട്ടുണ്ട്. 10 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 2 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുണ്ടാകുകയും നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോകുകയും ചെയ്തു. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ദുരന്തബാധിതർക്ക് താൽക്കാലിക പാർപ്പിട സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സരങ്ങളുള്ള പരമ്പര ഇന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ആരംഭിക്കും. US പ്രസിഡന്റായി ചുമതലയേറ്റതിനു പിന്നാലെ നിർണായക ഉത്തരവുകളിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും US പിന്മാറി. കോവിഡ് സമയത്ത് ലോകാരോഗ്യ സംഘടന ചൈനയോട് പക്ഷപാതപരമായി പെരുമാറിയതായി ട്രംപ് ആരോപിച്ചു. US-ൽ നിരോധനം ഏർപ്പെടുത്തിയ ടിക്ടോക്കിന് നിയമപരമായി പ്രവർത്തിക്കാൻ 75 ദിവസത്തെ സാവകാശം അനുവദിച്ചു. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ 78 നയങ്ങൾ റദ്ദാക്കിയാണ് പുതിയ ഉത്തരവുകൾ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിൽ സംഘടനാ തലവൻ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് ആശങ്ക അറിയിച്ചു. ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള സ്ഥാപക അംഗം കൂടിയായ അമേരിക്കയുടെ തീരുമാനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകാരോഗ്യ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന അമേരിക്കയുടെ പിന്മാറ്റം ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. US-ൽ ജന്മാവകാശ പൌരത്വം ഭേദഗതി ചെയ്യുന്ന ഉത്തരവിലും പ്രസിഡന്റ് ഒപ്പുവച്ചു. അമേരിക്കൻ പൌരത്വം ഇല്ലാത്ത മാതാപിതാക്കളുടെ US-ൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വമേധയാ പൌരത്വം നൽകുന്നത് റദ്ദാക്കി. US-ൽ ജനിക്കുന്ന കുട്ടിക്ക് പൌരത്വം ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു രക്ഷിതാവെങ്കിലും US പൌരനോ നിയമപരമായ സ്ഥിര താമസക്കാരനോ അല്ലെങ്കിൽ US മിലിറ്ററി അംഗമോ ആയിരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഈ മാസം 29-ന് മൌനി അമാവാസിയോടനുബന്ധിച്ച് പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് 150 പ്രത്യേക ട്രെയിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ അനുവദിച്ചു. ഇവയുൾപ്പെടെ 400ഓളം പ്രത്യേക ട്രെയിനുകളാണ് മേളയോടനുബന്ധിച്ച് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് സർവീസ് നടത്തുന്നത്. മൌനി അമാവാസി ദിനത്തിൽ 10 കോടി തീർത്ഥാടകർ മഹാകുംഭമേളയിൽ പുണ്യസ്നാനത്തിനെത്തുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ജനങ്ങളുടെ ഇച്ഛാശക്തിയെ ദൃഢമാക്കാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സാധിച്ചതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികം ഇന്ന്. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. തുർക്കിയയിലെ റിസോർട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 66 മരണം. ഇന്തോനേഷ്യയിലെ ജാവ പ്രവിശ്യയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 18 കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.